ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ്സിൻ്റെ തദ്രീബു തിലാവ എന്ന മദ്രസയിലെ പാഠപുസ്തകമാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മദ്രസ ക്ലാസ്സിലെ 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ പുതിയതായി ഈ വർഷം വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ 1ാം ക്ലാസ്സിലെ തദ്രീബു തിലാവ എന്ന പാഠബുക്കാണ് ഞാൻ ഇന്നിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ആണ്. ഞാൻ ഒരു വീഡിയോ തന്നെ ഒരുപാട് സമയത്തിൻ്റെ ഗ്യാപ്പുകളിൽ വ്യത്യസ്ത സമയങ്ങളിലൊക്കെ ആയിട്ടാണ് എടുത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ പറഞ്ഞു പോയതോ വീഡിയോ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് എന്തെങ്കിലും വലിയ തെറ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ചേഞ്ചാക്കി വീഡിയോ മാറ്റിയിടാനൊക്കെ നിങ്ങളാണ് എന്നെ സഹായിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മറ്റു ക്ലാസ്സുകളുടെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റും. പല വീഡിയോസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് തവണ ആവർത്തിച്ച് കാണാനൊന്നും എനിക്ക് സമയമില്ല. ട്യൂഷനായിട്ട് എടുക്കുന്നുണ്ട്. ആ സമയം കാണണം, ഇത് വീഡിയോ എടുക്കാൻ കാണണം, വീഡിയോ എഡിറ്റിങ്ങിന് തന്നെ ഒരുപാട് സമയം, അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ തന്നെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എനിക്ക് സഹായമൊന്നുമില്ല. അപ്പോൾ വീട്ടിലെ ജോലികളും എല്ലാവർക്കും അറിയാം, ഞാനൊരു വീട്ടമ്മയാണ്. അപ്പോൾ അതിൻ്റെതായ എന്തെങ്കിലുമൊക്കെ പിഴവുകളൊക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ക്ലാസ്സുകൾ തുടങ്ങുന്നതിനനുസരിച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുകളൊക്കെ കാരണം വല്ല അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ ഉണർത്തണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദർസു അവ്വൽ, ഒന്നാമത്തെ യൂണിറ്റ്. ഇവിടെ എന്താണ് ചിത്രത്തിൽ കാണുന്നത്? അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളാണ്, അവർ ഇംഗ്ലീഷിലായിരിക്കും പറയുക അല്ലേ. ലയൺ, സിംഹം. നമ്മൾ മൃഗശാലയിലൊക്കെ പോയാൽ കണ്ടിട്ടുണ്ടാവില്ലേ എല്ലാവരും. അപ്പോൾ ഇതിന് അറബിയിൽ എന്താ പറയുക, അതാണ് നമ്മളിവിടെ പഠിക്കുന്നതും. അതിൻ്റെ കൂടെ നമ്മൾ ഇതിൽ കാണുന്ന ചുവപ്പ് അക്ഷരങ്ങൾ, പാഠഭാഗത്തിൽ കാണുന്ന ചുവപ്പ് അക്ഷരങ്ങളുമാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. മറ്റേത് നമ്മൾ ഇതിൻ്റെ കൂടെ അക്ഷരം മനസ്സിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ പറയുക? അസദ്, അ, അലിഫ്, ഹംസ, ഫതഹ്. അലിഫ്, ഹംസ, ഫതഹ്, അതാണ് അ. അസദ്, ലയൺ. അസദ്, ലയൺ. ഇനി ഇവിടെ താഴെ 2 കള്ളികളിലായിട്ട് വന്നത് എന്താണ്? അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ആ പഠിച്ചു. അപ്പോൾ ഇനിയൊക്കെ വരുന്ന ആകൾ നിങ്ങൾ സ്വന്തമായിട്ട് പറയണം. ഇവിടെ ഫസ്റ്റ് ചുവപ്പക്ഷരം വന്നത് എന്താണ്? ആ. അബുൻ, ആ. അബുൻ, ആ. അദബുൻ, ആ. അദബുൻ, അബുൻ, അദബുൻ. ആ, ഉ, ഇ. അപ്പോൾ ഹംസ ഇട്ട് ഫതഹ് ഇട്ടാലും ആ എന്ന് തന്നെയാണ് പറയുക. അലിഫില്ലാതെ ഹംസ ഇട്ട് ഫതഹ് ഇട്ടാലും ആ എന്ന് തന്നെയാണ് പറയുക. ആ, ഉ, ഇ. അപ്പോൾ നമ്മൾ ഫതഹ്, ലമ്മ്, കസർ, അങ്ങനെ ആയിരുന്നു നമ്മളെ പഴയ ലിപിയിലെ ഉച്ചാരണം. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ പരിഷ്കാരം അനുസരിച്ച് നമ്മൾ ഫതഹ, ലമ്മ, കസറ എന്നാണ് ഉച്ചാരണം വരുന്നത്. ഫതഹ, ലമ്മ, കസറ. അപ്പോൾ അത് മനസ്സിലാക്കണം. ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ച രീതിയിൽ ഫതഹ്, ലമ്മ്, കസർ എന്ന് പറഞ്ഞു പോകും. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കണം. ഇനി പഠിക്കുന്ന കുട്ടികൾക്ക് ഫതഹ, ലമ്മ, കസറ ആ രീതിയിൽ തന്നെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആ, ഉ, ഇ. ആ, ഉ, ഇ. അടുത്തത് നക്ര, നമുക്ക് വായിക്കാനാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വായിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ
ശരിയാക്കിയാൽ നിങ്ങൾക്കിവിടെ മാർക്ക് തരും. ക്ലാസ്സിൽ ഉസ്താദ് വായിപ്പിക്കും. അപ്പോൾ അതിന് മാർക്ക്. അപ്പോൾ ഇതൊക്കെ ആക്ടിവിറ്റി പോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിവിടെ പഠിച്ചില്ല, അസദ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ പഠിച്ചത് ആ ആണ്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. അപ്പോൾ ആ ഉ ഇ, ആ ഉ ഇ. ഒന്നും കൂടെ വായിക്കാം. ആ ഉ ഇ, ആ ഉ ഇ. മനസ്സിലാക്കട്ടോ. ഇനി എന്താ അടുത്ത വർക്ക് എന്താണ് നമുക്ക്? ഇവിടെ ഖുർആനിൽ നിന്നുള്ള ഒരു ചെറിയ വേർഡ്സാണ്. അതിൽ നിന്ന് ആ കണ്ടെത്തണം, മനസ്സിലാക്കുക. ഖുർആനിലെ എഴുത്ത് രീതിയിൽ ആ വരുന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ്. വ അർസല. അപ്പോൾ അത് വായിക്കൊന്നും വേണ്ട കുട്ടികൾ. അപ്പോൾ വ അർസല എന്നതിൽ ആ കണ്ടില്ലേ? അപ്പോൾ അവിടെ ചെറിയൊരു അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക, കുട്ടികൾ കണ്ടെത്തിയത്. അതുപോലെ അതിറാക്ക, അതിറാക്ക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നു ആ. മനസ്സിലായില്ലേ? ഇവിടെ ആ വന്നു. അടുത്തതാ, അടുത്തതിൽ നമ്മൾ ഊ ആണ് കണ്ടെത്തേണ്ടത്. എന്താ? ഉക്കല്ലിമ, ഉ. വ ഉംലി, ഉ. മനസ്സിലാക്കുക. അത് കുട്ടികളെ വായിക്കാൻ നിർബന്ധിക്കൊന്നും വേണ്ട. അവർ അക്ഷരങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാനാണത്. അടുത്തത് ഈ ആണ്. അലിഫ, അലിഫിട്ട് ഹംസ കസറ. അപ്പോൾ ഈ. അപ്പോൾ ഇവിടെ ഇഹ്വാനൻ എന്നതിൽ ഫസ്റ്റ് വന്നു, ഇയാക്ക എന്നതിലും ഫസ്റ്റ് വന്നു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒരു അണ്ടർലൈൻ കൊടുത്ത് നമുക്ക് അക്ഷരങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒന്നാമത്തെ പാഠത്തിൻ്റെ വർക്കുകളും കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ അക്ഷരങ്ങൾ നമ്മൾ പഠിക്കുന്നത് ആ എന്നാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ എന്നതിൽ ഫതഹന് പകരം ലമ്മ നൽകുമ്പോൾ ഉ. ആ എന്നതിൽ ഹംസയും കസ്റയും താഴെ എഴുതി അപ്പോൾ ഉച്ചരിക്കുക ഈ എന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുപോലെ ഹംസ, ഹംസ സ്വന്തം എഴുതി ഫതഹിട്ട ആ, ലമ്മിട്ട ഉ, കസ്റ നൽകിയാൽ ഈ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഒന്നാമത്തെ യൂണിറ്റിൻ്റെ വർക്കുകൾ നിങ്ങളുടെ ദഫ്തർ ത്വാലിബ് എന്ന ബുക്കിലാണ് വരിക. അസദ് എന്നതിൻ്റെ വർക്കുകളാണ്. അതായത് നമുക്ക് അതിൽ നിന്ന് അക്ഷരങ്ങൾ എഴുതി പഠിക്കാൻ സഹായിക്കുന്നത് ഈ ബുക്കിലൂടെയാണ്. അപ്പോൾ എന്താണ്? എല്ലാവരും ഇത് നിറം നൽകണം. അപ്പോൾ നമ്മൾ അറബി അക്ഷരങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് എഴുതണം. അപ്പോൾ ആ രീതിയിൽ തന്നെ നിറം നൽകുക. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കൊടുത്തു പോകരുത് കുട്ടികൾക്ക്. നമ്മൾ അതേ രീതിയിൽ തന്നെ നന്നായി മനസ്സിലാക്കി പഠിക്കാൻ സഹായിക്കുന്ന രീതിയിൽ മുകളിൽ നിന്ന് ഇങ്ങനെ കൊടുത്ത് പഠിപ്പിക്കാൻ സഹായിക്കുക. അപ്പോൾ ഇവിടെ അലിഫ് എന്നാണ് ഫസ്റ്റ്, മനസ്സിലാക്കുക. പിന്നെ ഹംസ, ഹംസ. അപ്പം അത് എഴുതുന്ന രീതി ഇവിടുന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ എഴുതുക. എന്നിട്ട് അത് നിറം നൽകുക കേട്ടോ. അപ്പോൾ 3 അലിഫുകളും 3 ഹംസകളും. ഇനി ഇവിടെ ആ. അപ്പം ഇത് നന്നായി നിറം നൽകിയവർക്ക് ഇവിടെ മാർക്കുണ്ട് കേട്ടോ നൽകാൻ. അത് സ്കൂളിൽ നിന്ന് അധ്യാപകർ നൽകുന്നതാണ്. പിന്നെ ഇവിടെ നമുക്കൊരു നുൻഷിദാണ്, പാട്ടാണ്. എന്താണ്? ആദ്യം അലിഫ് വരച്ചോളൂ, മുകളിൽ ഹംസ കൊടുത്തോളൂ, മുകളിൽ ഫത്ഹ കൊടുത്തോളൂ, ആയെന്നെഴുതി പഠിച്ചോളൂ. ഒന്നും കൂടെ പറ.
ആദ്യം അലിഫ് വരച്ചോളൂ, മുകളിൽ ഹംസ കൊടുത്തോളൂ, മുകളിൽ ഫതഹ കൊടുത്തോളൂ, ആ എന്നെഴുതി പഠിച്ചോളൂ. മനസ്സിലാക്കാം. ഇനി ഇവിടെയും നിറം നൽകാനാണ്. ഇതിൽ ഉ ഉ ഉ ഇ ഇ ഇ, അപ്പോൾ ഇതൊക്കെ നിറം നൽകാം. അടുത്തതെന്താണ്? ലൈനിന് ഇവിടേക്ക് പോകാൻ നമ്മൾ ഈ ഡോട്ടുകൾ ഇങ്ങനെ യോജിപ്പിച്ച് വരച്ചു കൊടുക്കുക. വഴി കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നതാണ്. അപ്പോൾ അത് ഇതിലൂടെ ഇങ്ങനെ വരയ്ക്കാനാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാക്കുക കേട്ടോ. പിന്നെ താഴെ നിറം നൽകാനാണ്. നിറം നൽകേണ്ടത് എങ്ങനെയാണ്? ഇവിടെ ചെറിയ കുഞ്ഞ് അംസകളുള്ള കള്ളികളുണ്ട്, അതിലെല്ലാം ഒരു നിറം നൽകുക. ബാക്കി അംസകളില്ലാത്തതിലൊക്കെ മറ്റു നിറങ്ങളും നൽകുക. അത് ശരിക്ക് ഈ കുഞ്ഞ് അംസകൾക്ക് ഫുള്ള് ഒരു കളറും ഇവിടെ ഫുള്ള് ഒരു കളറും നൽകിയാലാണ് നമുക്ക് പെട്ടെന്ന് ഈ വലിയ അംസയെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കി ചെയ്യാം. പിന്നെ നമുക്ക് നെർസും എന്താണ് വർക്ക്? ഈ ഡോട്ടുകളിലൂടെ എഴുതാനാണ്, അക്ഷരങ്ങൾ എഴുതി പഠിക്കാനാണ്. അപ്പോൾ ആദ്യം അലിഫ് മുകളിൽ നിന്ന് താഴോട്ട് തന്നെ എഴുതണം. ഡോട്ടുമിലൂടെ അങ്ങനെ എഴുതുക. അലിഫ് 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 അലിഫ്, എങ്ങനെ എല്ലാവരും എഴുതുക. പിന്നെ ഇവിടെ താഴെ ഹംസ 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 എഴുതേണ്ടത് സി എഴുതുന്ന പോലെ ഇടുക. എന്നിട്ട് അതിലൂടെ ചിരിച്ചൊരു വര വരയ്ക്കുക. മനസ്സിലാക്കുക. സി എഴുതുന്ന പോലെ എഴുതുക, എന്നിട്ട് അതിലൂടെ ചിരിച്ചൊരു വര വരയ്ക്കുക. അപ്പോൾ എഴുതി പഠിക്കാനുള്ള ഓരോ ടിപ്പുകളാണ് പറയുന്നത്. മനസ്സിലാക്കുക. അപ്പോൾ ഹംസ പറഞ്ഞ് തന്നെ എഴുതണം. അക്ഷരങ്ങൾ എഴുതുമ്പോൾ പറഞ്ഞ് തന്നെ എഴുതുക. അലിഫ് ഹംസ. ഫതഹ ഫതഹ, അങ്ങനെ ചിരിച്ച വരെയാണ് ഫതഹ ഫതഹ. പിന്നെ ലം 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 ഫതഹ ലമ്മ. അപ്പോൾ അവിടെ നമ്മൾ പറയുമ്പോൾ ലം എന്നായി പോവുക കേട്ടോ. അപ്പോൾ അത് എല്ലാവരും എഴുതി കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ എത്രയാണ് ഒന്നാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് വരുന്ന വർക്കുകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് രണ്ടാമത്തെ പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും പാഠഭാഗത്തിൽ ഉൾപ്പെടുത്താനൊക്കെ വിട്ടതുണ്ടെങ്കിൽ അറിയിക്കുക. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ നിർബന്ധമായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വോയിസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.